ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. നമുക്കറിയാം, നീലാംബരി എന്ന ഈ ഒരു കഥ ഇന്ന് 100ാമത്തെ പാർട്ട് പിന്നിടാൻ പോവുകയാണ്. നീലാംബരിയുടെ 100ാമത്തെ പാർട്ട് പിന്നിടുന്ന ഈ ദിവസത്തിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു യാത്രയായിരുന്നു. പേഴ്സണലി എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു തുടക്കത കൂടിയായിരുന്നു നീലാംബരി. ഇക്കഴിഞ്ഞ പാർട്ടുകളിൽ ഒരു ടീച്ചറുടെ ഹോസ്പിറ്റൽ സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരി നീലാംബരി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷാവുൽക്ക കരഞ്ഞുപോയി, കാരണം ഞാൻ ഈ കഥ എഴുതുമ്പോൾ എന്താണോ മനസ്സിൽ കണ്ടത് അത് അതുപോലെ സ്ക്രീനിൽ കൊണ്ടുവരാൻ ഷാവുൽക്കാക്ക് സാധിച്ചു. വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നി. കാരണം ആത്യന്തികമായിട്ട് ഒരു കഥ വായിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ കഥ വായിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്റ്റോറി മുഴുവനായിട്ട് വായിച്ചു നോക്കുന്ന ശീലമോ അല്ലെങ്കിൽ അടുത്ത പാർട്ട് വായിച്ചു നോക്കുന്ന ശീലമോ ഇല്ല. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്ന പോലെ, നിങ്ങൾ വായിക്കുന്ന പോലെ ഞാനും വായിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്നെക്കാൾ ആത്മബന്ധം ഈ കഥയോട് ആ എഴുത്തുകാരികൾക്കായിരിക്കും, അല്ലെങ്കിൽ എഴുത്തുകാർക്കായിരിക്കും. അപ്പോൾ അവരുടെ ആത്മാവിൽ വിരിഞ്ഞ ഒരു കഥാപാത്രം എങ്ങനെ സംസാരിക്കണമെന്ന് അവരുടെ മനസ്സിലുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആ കുട്ടി മാത്രമല്ല, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അന്നത്തെ ആ പാർട്ടിൽ വന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. അതോടൊപ്പം കാലകേൻ്റെ ഒരു ഫോൺ കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഗംഭീരമായിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നി. കാരണം ഈ നോമ്പിൻ്റെ ടൈമിൽ പകൽ സമയത്ത് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ കണ്ടൻസർ മൈക്ക് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ അത് ഉള്ളിലുള്ള ഉമിനീര് വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ കാലകേനൊക്കെ വോയിസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി വോയിസ് ആയിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ ഒരു ടൈമിൽ റിസ്ക് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക, പ്രതിഫലം കിട്ടിയ പോലെയായിരുന്നു നിങ്ങളുടെ കമൻറ്റുകൾ. ഒട്ടേറെ കമൻറ്റുകൾ വായിച്ച് എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ ഏറ്റവും വലിയ ആരാധകനും വിമർശകനും സുഹൃത്തും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എഡിറ്റർ ഫൈസൽ. അദ്ദേഹം ഒരു എഡിറ്ററായിട്ടല്ല എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ എൻ്റെ കഥകൾ കേട്ട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് വന്നതായിരുന്നു. പിന്നീട് എൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ ചില കഥകളൊക്കെ ഞാൻ വായിച്ച് അയച്ചു കൊടുക്കുമ്പോൾ ആൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കും, ഷാവുലെ സൂപ്പറായി, അടിപൊളി, ഗംഭീരായി, കരഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു സാധനം അവൻ്റെ എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോൾ ആ ടീച്ചറുടെ ഹോസ്പിറ്റൽ സീന്, അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ അയച്ചു തരും. എഡിറ്റ് ചെയ്യുമ്പോൾ കരഞ്ഞിട്ട് രണ്ട് കണ്ണ് നിറഞ്ഞിട്ട് ഫുള്ള് കരഞ്ഞിട്ടാണ് സാധനം എഡിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷാവുലെ ഉഷാറായിട്ടോ, അടിപൊളിയായി, ഗംഭീരായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അന്നത്തെ ദിവസം തന്നെ റിനി എനിക്ക് മെസ്സേജ് അയച്ചു, ഫൈസലും എനിക്ക് മെസ്സേജ് അയച്ചു. ഈ ഒരു കഥയ്ക്ക് പിന്നെയുള്ള ഫൈസലിൻ്റെ എഫേർട്ട് കൂടി നമ്മൾ എടുത്തു പറയാനുണ്ട്. കാരണം വളരെ മനോഹരമായിട്ട് ഈ മ്യൂസിക്കൊക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫൈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പാർട്ടുകൾ അവൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പാർട്ടുകളാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം വന്ന് നിങ്ങളുടെ കമൻറ്റുകളും ഭയങ്കര മനസ്സിന് സന്തോഷം നൽകിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പല ആൾക്കാരും വിചാരിച്ചിരുന്നത് ഡബ്ബിങ് വലിയ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഡബ്ബിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥാപാത്രമായിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് ശരിയാവണം, ശബ്ദം ശരിയാവണം, സാഹചര്യം എല്ലാം കൂടി ക്ലിയർ ആകുമ്പോഴേ നമുക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാനും സാധിക്കും. അപ്പോൾ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡാവും. കാരണം നമുക്ക് 6 ചാനലുകളുണ്ട്. ഈ 6 ചാനലിലേക്കുള്ള കഥകളും പറഞ്ഞു തരുമ്പോഴേക്കും പലപ്പോഴും ടയേർഡാവും. അപ്പോൾ നമ്മളൊരു ദിവസം ലീവ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഉംറയ്ക്ക് പോയി ഒരു 24 ദിവസത്തോളം ഫാമിലിയോടൊപ്പം ഞാൻ സൗദിയിലായിരുന്നു. അപ്പോൾ ആ 24 ദിവസത്തേക്കുള്ള വർക്കുകൾ ആലോചിച്ച് നോക്കണം. ഒരു ദിവസം തന്നെ ഞാൻ 9 മണിക്കൂർ വർക്ക് ചെയ്യണം. ഞാൻ മാത്രമല്ല, ഫൈസി ആൻഡ് ഷെരീജ് ഓൾസോ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കണ്ടാണ് ചെയ്ത്, രാത്രിയും പകലൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ചില സമയത്ത് ഭയങ്കര ടയേർഡായിട്ട് ഇനി കഥ പറയാൻ വയ്യ എന്ന് കരുതുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ എടുത്ത് നോക്കും. ഷാവുൽക്ക് അടിപൊളിയായി, സൂപ്പറായി, നാളെ ലീവാക്കല്ലേ കേട്ടോ എന്നൊക്കെ ചോദിച്ച്. ഇപ്പോൾ 25-ാം തീയതി ലീവാക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, ദയവായി നമ്മുടെ നീലാംബരി ലീവാക്കരുത്, അത് മാത്രം അപ്ലോഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ അങ്ങനെയായിരുന്നു, നമ്മൾ നീലാംബരി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ലൈഫിൽ നമുക്കൊരു തളർച്ച വരുമ്പോൾ അല്ലെങ്കിൽ വയ്യ എന്ന് തോന്നുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ശബ്ദത്തിലൂടെ ഈ കഥ കേൾക്കാൻ ഇത്രയധികം ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് സ്വയൊരു ബോധം ഉണ്ടാകുമ്പോൾ എന്നെ തളർത്താൻ ഒന്നിനും കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു വാഹനമാണെങ്കിൽ എനിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ്. വളരെ ചെറിയ വാക്കുകളായിരിക്കും നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുക, പക്ഷേ അതെനിക്ക് കിട്ടുന്ന പ്രചോദനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ ചാനൽ ഈ അടുത്ത കാലത്ത് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു ടൈമായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. പക്ഷേ മൗനം വിദ്വാനുഭൂഷണം ആയതുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും ഞാൻ മൗനം പാലിക്കുന്നത്. എങ്കിലും നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ചാനൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ചാനലിലെ പല കഥകളും നമുക്ക് റിമൂവ് ചെയ്യപ്പെടേണ്ടി വന്നു. അതോടൊപ്പം നമ്മുടെ ഒരു മണിയിൽ ഷോർട്ട് സ്റ്റോറീസ് ഇടുന്ന ചാനലിൽ നമുക്ക് പലപ്പോഴും കഥ കിട്ടാത്ത അവസ്ഥ വന്നു. 3, 4, 5 എഴുത്തുകാരെ മാത്രം ആശ്രയിക്കേണ്ട ഒരു ഗതികേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 പേർക്കും പ്രോത്സാഹനമായത് കാരണം ഓരോ കമൻറ്റുകൾ, ഷാഹുൽക്ക നാളെ കഥയുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കഥയിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്, നിങ്ങളുടെ കഥയില്ലെങ്കിൽ പിന്നെ എങ്ങനെ, ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു പോസിറ്റിവിറ്റി വളരെ വലുതാണ്. അന്ന് അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു മണി ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അതിൽ കഥ എഴുതുന്ന ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾക്ക് പരിചയമില്ലാത്ത പേരുകളായിരിക്കാം. കാരണം അവരൊക്കെ നമ്മുടെ വായനക്കാരായിരുന്നു, കേൾവിക്കാരായിരുന്നു. ആ കേൾവിക്കാരാണ് എഴുത്ത് തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഭൂരിഭാഗം പേരും കഥ എഴുതുന്നവരാണെന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം കഥ കേട്ടുകൊണ്ടിരുന്നവർ, എനിക്ക് ആദ്യം വരുന്ന മെസ്സേജ് ഇങ്ങനെയായിരിക്കും, ഷാഹുൽക്ക ഞാനൊരു കഥ എഴുതിയിരിക്കണം, മോശമാണോ നല്ലതാണോ എന്നറിയില്ല. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കഥയാണെന്നുണ്ടെങ്കിൽ എല്ലാ കഥകളും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ കേൾവിക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 10-12 സ്ഥിരം എഴുത്തുകാർ നമുക്കായി എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് തന്നൊരു പ്രോത്സാഹനം. ഇല്ലെങ്കിൽ ആ ചാനൽ തന്നെ വഴിമുട്ടി പോയേനെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞങ്ങളില്ല. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്നിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന നീലാംബരി എന്ന് പറയുന്ന എഴുത്തുകാരിയെക്കുറിച്ച് പരാമർശിക്കാതെ എനിക്ക് നിർത്താൻ കഴിയില്ല. കാരണം നീലാംബരി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു എഴുത്തുകാരിയാണ്. കാരണം നീലാംബരി ആദ്യമായിട്ട് എഴുതുന്ന ഒരു കഥയാണ് ഈ കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യം പറഞ്ഞാൽ ആ കുട്ടി ആദ്യമായിട്ട് എഴുതുന്ന ഒരു തുടർക്കഥയാണ് നീലാംബരി എന്ന് പറയുന്ന കഥ. ആയിരക്കണക്കിന് കഥകൾ വായിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആദ്യമായിട്ട് ഒരു എഴുത്തുകാരി എഴുതുമ്പോൾ അതിനുണ്ടാകുന്ന മിസ്റ്റേക്സുകൾ, അല്ലെങ്കിൽ ലോജിക് പ്രോബ്ലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും വരാതെ ഇത്ര കൃത്യമായിട്ട് എല്ലാ ഇമോഷൻസും കറക്റ്റായി ബ്ലെൻഡ് ചെയ്ത്, എസ്പെഷ്യലി ഇതിൽ ഹൊറർ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരുക്കി മനോഹരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള, ഇനി ഒരുപാട് പാട്ടുകൾ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരി എന്ന് തോന്നാത്ത വിധം അതിഗംഭീരമായിട്ട് ഈ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച നീലാംബരി തന്നെയാണ് നമ്മുടെ ഈ സ്റ്റോറിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. നീലാംബരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു മണി ചാനലിലേക്ക് ഒരു കഥ ആ കുട്ടി തന്നു ആദ്യമായിട്ട്, 8ൻ്റെ ജാതകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കഥ കേട്ടിട്ട് അതിനിടയിൽ എല്ലാവരും കമൻറ്റ് ചെയ്തു, ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നീലാംബരിയെ സമീപിച്ച് പറഞ്ഞു, നീലാംബരി ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി എഴുതുമെന്ന് ചോദിച്ചു. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് ഗംഭീരമായിട്ട് എൻ്റെ സെക്കൻഡ് പാർട്ട്, ഞാൻ ഇന്നേ ഒരു ആഴ്ചയിൽ വെച്ച് ഏറ്റവും മനോഹരമായ 2ാം പാർട്ട്, ഒരുപാട് ആൾക്കാർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ പോലും അത്രയും, കാരണം ആ കുട്ടി അത് 2 പാർട്ട് എഴുതിയിട്ട് തന്നെ പറ്റിച്ചാണെന്ന് എനിക്ക് പോലും തോന്നിപ്പോയി. അത്രയും കറക്റ്റായിട്ട് ലോജിക്ക് എല്ലാ വശങ്ങളും നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതുന്നൊരു ആളുകൂടിയാണ് നീലാംബരി. അപ്പോൾ ഭയങ്കര ക്രാഫ്റ്റുള്ള എഴുത്തുകാരിയാണ്. നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന, ഞാൻ പറഞ്ഞില്ല പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ ആ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരനല്ലേ, ഒരു എഴുത്തുകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത് അത് അവർക്ക് കിട്ടുന്ന പണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ അതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന കമൻറ്റുകളായിരിക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ വലിയ കഥകളിൽ പലപ്പോഴും നമുക്ക് ലാഗിങ് ഫീൽ ചെയ്യാം. അതിനുള്ള പ്രധാന കുറ്റവാളി ഞാൻ തന്നെയാണ്, നിങ്ങളാരുമല്ല, എഴുത്തുകാരിയല്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന തുളസി കതിർ പോലുള്ള വലിയ കഥകളിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിച്ചു നീട്ടൽ പോലും തോന്നും. അതിൻ്റെ പ്രധാന കാരണം ഞാനാണ്. കാരണം അത്ര ഒരു കൊട്ടാരത്തിനകത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് മാക്സിമം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കഥ കുറച്ച് നീങ്ങിയ പോലെ തോന്നും. പക്ഷേ ഈ 20 മിനിറ്റ് കഥ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു സ്ഥലത്ത് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുമ്പോൾ കഥ നീങ്ങാത്ത ഒരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണക്കാരി എഴുത്തുകാരിയല്ല, അത് ഞങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള 1-2 കമൻറ്റുകളൊക്കെ വന്നു. അപ്പോൾ അത് കഥ മോശമായതുകൊണ്ടായിരുന്നില്ല. അപ്പോൾ ഈ എഴുത്തുകാർക്ക് കിട്ടുന്ന പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അവരെ വേദനിപ്പിച്ചേക്കാം പേഴ്സണലി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് 1-2 ഫേക്ക് ഐഡിയിലൊക്കെ വന്ന് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു വന്ന് നമ്മൾ ആ കുട്ടി അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചത്. ഇപ്പോഴും എൻ്റെ അടുത്ത് കമൻറ്റുകളൊക്കെ വായിച്ച് നീലാംബരി പറയാറുണ്ട്, ഭയങ്കര പ്രോത്സാഹനമാണ്. കാരണം അവർക്ക് എഴുതാനുള്ള പ്രചോദനം എന്ന് പറയുന്നതും നിങ്ങൾ നൽകുന്ന ഈ കമൻറ്റുകളാണ്. അപ്പോൾ ഞാൻ മാത്രം ഈ കഥയെക്കുറിച്ച് പറഞ്ഞാൽ പോരല്ലോ, ഫൈസലിനും എന്തോ പറയാനുണ്ട്. ഫൈസലിനെ നിങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ആൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടാണ്.
എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞു നമുക്ക് 100ാമത്തെ എപ്പിസോഡല്ലേ, ഏതായാലും നമുക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാമറയ്ക്ക് വെച്ചൊരു വീഡിയോ എടുത്തിട്ട് ഷാവിലെ ഇതുപോലെ മതിയോടാ. അപ്പോൾ ഈ വീഡിയോയിൽ അധികവും അവൻ എന്നെ പുകഴ്ത്താന്ന് പറയുമ്പോൾ സത്യമാണ്. കാരണം എനിക്ക് എൻ്റെ സുഹൃത്ത് എന്നതിനപ്പുറത്തേക്ക് ഫൈസൽ എന്ന് പറയുന്നത് പലപ്പോഴും ഞാനും ഫൈസലും ചേർന്ന് ഫോട്ടോസ് ഞങ്ങൾ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഇടുമ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രദറാണോ. ഞങ്ങൾ രൂപസാദൃശ്യത്തിലും മാത്രമില്ല, ഭയങ്കരമായിട്ടൊരു പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സൗഹൃദം. ഞാനും ഷെരീജൊക്കെ ഭയങ്കര അങ്ങനെ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാനും ഫൈസലും എപ്പോഴും കാരണം അവനൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യില്ല. ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള റിലേഷൻ കൂടിയാണ് ഞാനും ഫൈസിയും തമ്മിൽ. അപ്പോൾ ഫൈസിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, കാരണം നമുക്ക് ഇതിൻ്റെ വലിയ അടിയേക്കുമ്പോൾ ടൂ ഇതൊക്കെ പറഞ്ഞിട്ട് കാലകേൻ്റെ മ്യൂസിക് ഞാനിത് വലിയ ബോക്സിലൊക്കെ വെക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ബഷീർ എന്നപ്പോൾ ഞാൻ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ കാലകേൻ്റെ ആ ചിരിയൊക്കെ അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ പോകുമ്പോൾ വാരിക്ക് വരിക ടൂ എന്നുണ്ട്. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ അവരാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എഡിറ്റർമാരെ ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ ആദ്യം ഞാനായിരുന്നു നന്നായി ബുദ്ധിമുട്ടിയിരുന്നത്, ഇപ്പോൾ അവരാണ് ബുദ്ധിമുട്ടുന്നത്. കാരണം അവരാണ് എനിക്ക് കട്ട് ചെയ്തൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച 2 കറുത്ത കൈകളാണ് നമ്മുടെ ഫൈസലിൻ്റേത്. അപ്പോൾ ഫൈസൽ എന്താണ് പറയുള്ളത്, പിന്നെ നിങ്ങളാരും അലമ്പുണ്ടാക്കരുത്, കാരണം ആദ്യമായിട്ട് ക്യാമറ മുമ്പിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾ ഫൈസലിനെ അനുമോദിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് പുതിയ കഥ തുടങ്ങുമ്പോഴും കഥയുടെ അവസാനമൊക്കെ ഫൈസലിനെ ഇനിയും കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് ഫൈസലിൻ്റെ വാക്കുകൾക്ക് ശേഷം. താങ്ക് യു. നിങ്ങൾ തന്ന ഈ പ്രോത്സാഹനത്തിന് ഹൃദയം തൊട്ട നന്ദി. ഇനി എന്നും നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനം ഉണ്ടാവണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത്രയധികം വിശദമായിട്ട് പറയാനുള്ള കാരണം നിങ്ങൾ നൽകിയ പ്രോത്സാഹനമാണ്. ഞങ്ങളൊക്കെ വീണുപോയിടത്തും ഞങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് നിങ്ങൾ ഓരോരുത്തരുമാണ്. സത്യം ഹൃദയത്തിൽ തൊട്ട വാക്കുകളാണ്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞങ്ങളില്ല എന്നുള്ളത്. എന്തായാലും ഫൈസലിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം കഥയിലേക്ക്. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഡിറ്ററാണ് ഫൈസൽ സി എം മൂന്നേര്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിച്ച ശീലമില്ല, പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ശീലമുള്ളൂ. എഡിറ്റിംഗ് അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഒരു രക്ഷയില്ലാത്ത എഴുത്തും ഒരു രക്ഷയില്ലാത്ത അവതരണം. 100ാമത്തെ എപ്പിസോഡ് വൻ വിജയം. എങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല, എങ്ങനെ അഭിനന്ദിച്ചാൽ മതിയാവും എന്നും എനിക്കറിയില്ല. ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ ഇവർക്ക് 2 പേരോടും പറയുന്നു. വീണ്ടും പറയുന്നു, ഒരു രക്ഷയില്ലാത്ത എഴുത്തും ഒരു രക്ഷയില്ലാത്ത അവതരണം. എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഷാഹുലിൻ്റെ അവതരണം, അഭിനയം എന്ന് തന്നെ പറയണം. കാരണം ഒരു മലയാള സിനിമയിലെ വലിയ ആക്ടർ എങ്ങനെ അഭിനയിക്കുന്നു അതിന് സമാനമായ അഭിനയമാണ് ഷാഹുലും വോയിസിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത്രയും നമ്മൾ മനസ്സിനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ശബ്ദവും അവതരണ ശൈലിയും ഇതിന് എടുക്കുന്ന എഫേർട്ട് എത്രത്തോളമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന എഫേർട്ട് അത് മുന്നിൽ കണ്ട് ഞാൻ കാണാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത്രയും എഫേർട്ട് ഓരോ ഡബ്ബിങ് സമയത്തും ഷാൽക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അവതരണ ശൈലി നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെങ്ങനെ കൺമുന്നിൽ കാണുന്ന എങ്ങനെ അത് എങ്ങനെ അതെനിക്ക് പറയാനും അറിയില്ല, അതെങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല. വോയിസ് ടെല്ലിങ്ങിലൂടെ കഥ അവതരിപ്പിച്ച് ഞങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ഞങ്ങൾ ആ സിറ്റുവേഷനിലും ആ സ്ഥലത്തും എത്തി ആ ഒരു കഥയിൽ മുഴുകി ചേർന്ന രീതിയിൽ നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന കഴിവ്, അതൊരു പറഞ്ഞാലും മതി വരാത്തൊരു കഴിവാണ്. ദൈവം പഠിച്ചോ അനുഗ്രഹിച്ചു നൽകിയ ഒരു കഴിവ് ഇന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, അതാണ് ഷാഹുൽക്കൊക്കെ ഏറ്റവും ഭംഗിയായി നല്ല രീതിയിൽ ഊർജം നൽകുന്നത്. ഡബ് ചെയ്യാൻ കഴിയാത്ത സമയങ്ങളിൽ വരെ നിങ്ങളുടെ കമൻറ്റ് നോക്കി ഊർജം ആവാഹിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഷാഹുൽ കഥ അവതരിപ്പിക്കുന്നത്. അത് കമൻറ്റ് ചെയ്യുന്നവർ അറിയണം. നിങ്ങളുടെ കമൻറ്റ് അത്രയും എനർജി ഷാഹുൽക്കാക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. നീലാംബരിക്കും പ്രത്യേകിച്ച് എഴുത്തുകാർക്കും പ്രചോദനമാകുന്നത് കമൻറ്റ് തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഷാഹുൽക്കയുടെ ഫാൻ ബോയാണ് ഞാൻ. ഷാഹുൽക്കയുടെ കഥ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് സ്ക്രീൻ കാണാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയും ആസ്വദിച്ചാണ് എഡിറ്റ് ചെയ്യാറ്. തീരുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഷാഹുലിനെ അയച്ചു കൊടുക്കും. ഇങ്ങനെ ഈ സാഡ് സീനൊക്കെ വരുന്ന സമയത്ത്
ചിലപ്പോൾ എൻ്റെ കണ്ണു നിറയും. ഞാൻ ഫോട്ടോ എടുത്ത് ഷാഹിലിന് അയച്ചു കൊടുക്കാറുണ്ട്, അഭിനന്ദനങ്ങൾ പറയാറുണ്ട്. അതുപോലെ നിങ്ങളും അഭിനന്ദനങ്ങൾ പറയണം, അതൊരു ഊർജമാണ്. കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല. ചിലപ്പോൾ നിങ്ങളിത് ആദ്യ കഥ കേൾക്കാനുള്ള ത്രില്ലിങ്ങിൽ ചിലപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടാവുക. മിക്കവാറും എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഒരു 28-30 പാർട്ട് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എല്ലാ കഥകൾക്കും, ഇതിന് മാത്രമല്ല നമ്മളെ ചാനൽ 6 ചാനലുകളിലും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം ഉണ്ട്. എന്നാലും വീണ്ടും പറയുന്നു, അപ്പോൾ സ്നേഹത്തോടെ ഫൈസൽ സി എം നൂഞ്ഞേരി. നീലാംബരി, രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തല കറങ്ങി വീഴരുത്, ഇത് നിനക്കുള്ള സർപ്രൈസ് അല്ല, നിന്റെ കാരൻ ആ കാരിക്കുള്ള സർപ്രൈസാ, ശ്രീ പതിയ നിലയോട് പറഞ്ഞു. അതീവ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് കാലിതന്റെ അരികിൽ കരുതിയ തോക്ക് കയ്യിലെടുത്ത നിമിഷം തന്നെ ഒരു മിനിയേച്ചറൈസ്ഡ് റിഫ്ലെക്സ് സൈറ്റ് റെഡ് ഡോട്ട് അയാളുടെ കണ്ണിൽ പതിച്ചു. അവിടെ നിന്ന് ആ ലൈറ്റ് കാലി നോക്കിയിരിക്കെ തന്നെ കാലിയുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞ് അയാളുടെ തിരുനെറ്റിയിൽ ഫോക്കസ് ചെയ്തു. കാലി ഒന്ന് വിറച്ചു. താൻ ആരുടെയോ തോക്കിന്റെ ടാർഗറ്റ് ആയിരിക്കുന്നു. അതേ നിമിഷം തന്നെ ജാന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാലിയെ കൊല്ലുന്ന പുഞ്ചിരി. മുഖമുയർത്തി അവനൊരു നോട്ടം നോക്കി. കാലിയുടെ കണ്ണിലേക്ക് തന്നെ. തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്ന തോക്കിനേക്കാൾ ഷാർപ്പായൊരു നോട്ടം. താൻ സ്വയം നുഴഞ്ഞേറി ഒളിച്ചിരിക്കുകയാണെന്ന് വിശ്വസിച്ചിരുന്ന കാലിക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. തന്നെ ഇവിടേക്ക് ആനയിച്ചുകൊണ്ടിരുത്തിയിരിക്കുകയാണെന്നുള്ളത്. കിരൺ മണ്ഡപത്തിലിരുന്ന് പാടി. പക്കമേളം തുടങ്ങി. ജാൻ ആരെയും മൈൻഡ് ചെയ്യാതെ മണ്ഡപത്തിലേക്ക് കയറി. നീലാംബരിയും കാവ്യയും ജാന്റെയും കിരണിന്റെയും വാമഭാഗത്തായിരുന്നു. അല്ല, നീലാംബരിയെ കൊണ്ടിരുത്തി എന്ന് വേണം പറയാൻ. കാരണം കുട്ടിപ്പുഴ ഏതോ ചിഹ്നഗ്രഹത്തിലാണ്. മഹേഷ് നമ്പൂതിരി തന്നെയാണ് ഇരുവരുടെയും കയ്യിൽ താലിയെടുത്തു കൊടുത്ത്. കെട്ടിമേളം മുഴങ്ങിയതും ഇരുവരും അവരവരുടെ ഇണകളെ താലിയാർത്തി സ്വന്തമാക്കി പരസ്പര ഹാരം ചാർത്തി. ജാൻ സീമന്തരേഖ ചുമപ്പിക്കുമ്പോൾ നീലാംബരിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ ആ കണ്ണിലേക്ക് നോക്കി കണ്ണ് ചിമ്മി. അവളുടെ മനസ്സ് വിതുമ്പി. അമ്മയുടെ അനുഗ്രഹം വാങ്ങാതെയുള്ള ഒരു വിവാഹം തറവാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. മുത്തശ്ശി, മുത്തശ്ശൻ, തുളസി, ആരും. ശ്രീയുടെ നെഞ്ചും പിടഞ്ഞു. നീലാംബരിയോട് താൻ ചെയ്ത തെറ്റാണ്. കാവ്യയുടെയും കിരണേട്ടന്റെയും വിവാഹം കൂടിയ ഉടനെ തന്നെ വയ്യാത്ത അമ്മയുടെ അടുത്തേക്ക് തിരികെ പോകാനിരുന്നവളെയാണ് അനുവാദം ചോദിക്കാതെ ഉണ്ണിക്കുട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പക്ഷെ നീലാംബരിയുടെ ജീവിതം എങ്ങനെയും സംരക്ഷിക്കണം, സുരക്ഷിതമായ കൈകളിൽ അവളെ ഏൽപ്പിക്കണം. അത്രയേ താൻ കരുതിയുള്ളൂ. താനും തന്നെ മക്കളിൽ ലൂക്കയും കാവ്യയും മാത്രം അറിഞ്ഞ ചെറിയൊരു നീക്കം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ തലയുടെ അവകാശി ജാൻ തന്നെയായിരുന്നു. വിവാഹത്തിന്റെ മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം ഗസ്റ്റുകളെ മറ്റൊരു ഹാളിലേക്ക് മാറ്റി. ഭക്ഷണം കഴിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴും കാലിയാനുയായികൾ അവിടെ തന്നെ തറഞ്ഞിരുന്നു പോയി. ഒന്നറങ്ങിയാൽ നെറ്റിലൂടെ ബുള്ളറ്റ് തുളഞ്ഞു കയറും. ഒരിക്കലുമില്ല, ഇവർക്ക് ഇത്ര ആളുകളിടയിൽ വെച്ച് തന്നെ ഇങ്ങനെ കൊല്ലാൻ കഴിയും. കാരിക്ക് അപ്പോഴാണ് ബോധം വീണത്. വന്യമായ മുഖത്തോടെ കാരി ചാടി എഴുന്നേറ്റു. ഹാളിന്റെ പല ഭാഗത്തുനിന്നും ഗാർഡ്സ് തോക്കുമായി കാരിയെ വളഞ്ഞു. മണ്ഡപത്തിലിരിക്കുന്നവർ പകപ്പോടെ ആ കാഴ്ച നോക്കിക്കണ്ട് നിന്നു. കാലി മുന്നോട്ട് നടന്ന മണ്ഡപത്തിന്റെ അടുത്തേക്ക് വന്നു. ഒപ്പം ഗാർഡ്സും. ശ്രീ ഒന്ന് പകച്ചു. ശിവ, ആരാടാ അവൻ? ഗാർഡ്സ് എന്തിനാ അവനെ ഫോളോ ചെയ്യുന്നു? കറുത്ത ജുബ്ബ ധരിച്ച് കൈ പുറകിൽ കെട്ടി നടന്നു വരുന്ന കാലിയെ നോക്കി ജയേന്ദ്രൻ അതീവ ഞെട്ടലോടെ ചോദിച്ചു പോയി. ശിവനാഥ് മേനോൻ ഒന്നും മനസ്സിലാവാതെ ശ്രീയെ നോക്കി. ശിവേട്ടന് മനസ്സിലായില്ലേ? ഇവനാ കാർഗേയൻ, അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ണിക്കുട്ടനായിട്ട് തല്ലുപിടിച്ചവൻ. ഓ, ഇവനാണോ കിരൺ പറഞ്ഞ മുനി? ശ്രീ, നിന്നെ ഇവനല്ലേ അടിച്ച്? അന്നേ ഇവനെ ഒന്ന് കാണുന്ന കരുതിയാ ഞാൻ. ശിവനാഥ് മേനോൻ കാലിയെ നോക്കി പറയുമ്പോൾ കിരൺ പുറകേന്ന് വിളിച്ചു. ഹലോ, എങ്ങോട്ടാ? ആവേശം മൂത്ത് ചെന്ന് കയറണ്ട. സൈക്കോയാ, സൈക്കോ. ചിരിയാ മെയിൻ ഐറ്റം. കിരൺ പറഞ്ഞുകൊണ്ട് സ്വയം ചിരിച്ചു. തന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് വിറക്കുന്നവളെ ജാനം നോക്കി. കലങ്ങിയ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഭയം തന്നെയാണ്. അല്ലെങ്കിലേ സർപ്രൈസ് കിട്ടി കിട്ടി കുട്ടി വശം കെട്ടി നിൽക്കുക. വൈ ആർ യു ഓൾവേസ് സോ സ്കേർഡ് മൈ വൈഫി? ജാന്റെ പതിഞ്ഞ സ്വരം കാതിൽ കേട്ടതും അവളൊരു വിറയലോടെ അവനെ നോക്കി. അവനെ ആ ചേർത്ത് പിടിക്കലും വൈഫി എന്നുള്ള വിളിയും നീലാംബരി യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതെ, ഉണ്ണിയേട്ടനുമായി തന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അവളെ സ്ത്രീയുടെ അടുത്തേക്ക് മാറ്റി നിർത്തി തങ്ങളുടെ നേരെ പതിയെ നടന്നു വരുന്ന കാലിയെ ജാനെന്ന് നോക്കി. കൊടുത്തിരുന്ന മുണ്ടിന്റെ തുമ്പ് വലതുകാരാൽ പിന്നിലേക്ക് തട്ടി ഉയർത്തി വലതു കൈകൊണ്ട് അതിനെ പിടിച്ചെടുത്ത് അസ്സലായി മുണ്ടങ്ങ് മടക്കി കുത്തി. ആരും കണ്ടിട്ടില്ലാത്തവന്റെ ആ രൂപം തെല്ലൊരു ഞെട്ടലോടെ എല്ലാവരും ഉറ്റുനോക്കി നിന്നു. മണ്ഡപത്തിൽ നിന്ന് ഒറ്റച്ചാടത്തിന് ജാൻ ഹാളിലേക്ക് ഇറങ്ങിയ നിമിഷം തന്നെ പടിഞ്ഞാറുന്ന ഒരു കൊള്ളിയാൻ ഇടി ഒരുമിച്ച് ഊക്കോടെ ഭൂമിയിലേക്ക് പതിച്ചു. ഉണ്ണിയേട്ടാ! നീലാംബരി പുറകിൽ നിന്ന് വിളിച്ചോ തിരിഞ്ഞു നോക്കാതെ തന്നെ വലതു കൈ പുറകിലേക്ക് നീട്ടി കൈപ്പത്തി ഉയർത്തി തടസ്സം കാട്ടി ജാൻ.
ജാന്റെ നിൽപ്പും ഭാവം കണ്ടപ്പോൾ തന്നെ കാർഗേയൻ ജാന്റെ അടുത്തേക്ക് എത്താൻ തിടുക്കമായി. ആരെയും വകവെക്കാതെയായിരുന്നു കാലിയുടെ വേഗത്തിലുള്ള വരവ്. മണ്ഡപത്തിലിരുന്നവർ ഒരു പിടപ്പോടെയാണ് വീക്ഷിച്ച്. കിരൺ, നീ കൂടി ഒന്ന് ചെല്ലടാ, ശിവനാഥ് മേനോൻ കിരണിനെ നോക്കി പറഞ്ഞു. പൊക്കോണം, എനിക്ക് ഈ വട്ടനടിച്ചുള്ള എനർജി ഒന്ന് കളയാൻ വയ്യ. സേവ് എനർജി, സേവ് ദി ഫ്യൂച്ചർ, കേട്ടിട്ടില്ലേ? എനിക്ക് എന്റെ എനർജി ഇന്ന് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാ. കിരൺ മുഖം കൂർപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ശിവനാഥ് മേനോൻ നോക്കിയത് കാവ്യാണ്. എവിടെ? അവളാകെ ഭയന്ന് നീലാംബരിയെ ചുറ്റിപ്പിടിച്ച് നിൽപ്പാണ്. ഓ, ഒരു പെണ്ണ് കിട്ടിയപ്പോ അവന് ജാട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോവാം. അതും പറഞ്ഞ് ശിവനാഥ് മേനോൻ മുന്നോട്ട് നടക്കാൻ ആഞ്ഞതും. അതെ, അവന്റെ ഒരു തോക്കൊക്കെ കാണും. മുകളിലേക്ക് നോക്കിയൊരു പ്രത്യേക താളത്തിൽ കിരൺ പറയുമ്പോൾ മുന്നോട്ട് വെച്ച കാലം ശിവനാഥ് മേലെ പുറകിലേക്ക് വെച്ചു. ആ, ഇപ്പോഴാ ഓർമ്മ വന്നു. എനിക്ക് മുട്ടുവേദനയാ. മുട്ടുവേദനയാണെങ്കിൽ മുട്ടത്തൈലം വാങ്ങി തേച്ചോ. ശ്രീയുടെ അമ്മ പോകുന്നുണ്ടോ? പോയി നല്ല 2 കോമഡി പറഞ്ഞ ആ സന്യാസിയെ മാനസികമായി അങ്ങ് തളർത്ത്. ഇതിനിടയിൽ മരുമോൻ അമ്മായിയമ്മയെ ചൊറിയാതെ പറ്റില്ല. ബുദ്ധിയുള്ള ആരും എന്റെ കോമഡി ആയിട്ട് തളരില്ല. പിന്നെ ചില മൊണ്ണകൾ നമ്മൾ എത്ര കോമഡി പറഞ്ഞാലും മനസ്സിലാവുകയില്ല. കനകം പറഞ്ഞുകൊണ്ട് വീണ്ടും ഹാളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്തൊക്കെയാ ശിവ ഇവിടെ നടക്കുന്നത്? ആരായാള്? നിർമ്മലാമ്മ വല്ലാത്ത തളർച്ചയോടെ ശിവനാഥ് മേനോനെ നോക്കി. ഏയ്, ഒന്നുമില്ല അമ്മേ. അമ്മ അച്ഛനെയും കൊണ്ട് റൂമിലേക്ക് പോയിക്കോ. രാധികയെ അമ്മയും അച്ഛനെ ആ റൂമിലേക്ക് കൊണ്ടുപോകും. ആ, നിങ്ങളെല്ലാവരും കൂടെ പോയിക്കോ. സ്ത്രീകളെല്ലാവരെയും നോക്കിയാണ് ശിവനാഥ് അവസാന വാചകം പറഞ്ഞത്. പക്ഷേ ആരും അയാൾ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. എല്ലാവരും ആധിയോടെ ജാനെ നോക്കി നിന്നു. ഗാർഡ്സ് ചുറ്റുമുള്ള ധൈര്യത്തിൽ ശ്രീ മുന്നിൽ കാണുന്ന കാഴ്ച നോക്കി നിന്നു. അപ്പോഴും നീലാംബരി അവർ ചേർത്ത് പിടിച്ചിരുന്നു. ഒപ്പം കാവിയും ലൂക്കയും അവർക്കൊപ്പം ചേർന്ന് നിന്നു. കാലി ജാന്റെ മുമ്പിൽ വന്ന് പുറകിൽ കൈകെട്ടിയൊരു നിൽപ്പ് നിന്നു. അപ്പോഴും വന്യമായ ഒരു ചിരി കാലിയിൽ നിഴലിച്ചിരുന്നു. ഇടത് കൈ വയറിന് കുറുകെ വെച്ച് വലത് കൈ മുട്ട അതിൽ ഊന്നിക്കൊണ്ട് താടിയും മീശയും തടവി ജാൻ കാലിക്ക് ചുറ്റൊന്ന് കറങ്ങി. കാലി മൊഴിഞ്ഞു തുടങ്ങി. അവന്റെ ഒടുക്കത്തെ പഞ്ച് ഡയലോഗ് ഭ്രാന്തമായി തന്നെ. നീ പറഞ്ഞ പോലെ നിന്റെ ചരിത്രം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. നീ പറഞ്ഞ പോലെ നീ വെടിവെച്ച് ഓട്ടാക്കിയ കൈയും കൊണ്ടാ ഞാൻ വന്നത്. നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ തരുമോ എനിക്ക്? പക്ഷേ എനിക്ക് നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ വേണ്ട. മേൽമംഗലം മനക്ക് അവകാശപ്പെട്ട മേലാറ്റൂർ മനയിലെ കന്യകയെ മാത്രം മതി. ദോ, ആ നിൽക്കുന്ന അപ്സര കന്യകയെ, നീലാംബരിയെ. അവൾക്ക് വേണ്ടി മേൽമംഗലം അനിരുദ്ധം വലിയ നമ്പൂരി എന്റെ അച്ഛൻ അവിടെ കാത്തിരിക്കുക. കാലിയുടെ നോട്ടം നീലാംബരിക്ക് നേരെ നീണ്ടതും കാലിയുടെ മടിക്കൊത്തും അവിടെ കിടന്ന് തിരികെ കയറ്റി തോക്കും ചേർത്തൊരു പിടി ജാനങ്ങ് പിടിച്ചു. നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങിയ കാലിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അനിരുദ്ധം നിന്റെ തന്തയാണെന്ന് അവൻ നിന്നോട് പറഞ്ഞോ? നിന്റെ തന്ത അനിരുദ്ധം തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ മറികടന്ന നീലാംബരിക്ക് എന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ പോയി നിൽക്ക്. നീ മറിച്ച് നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോയിക്കോ. മേനോൻ ഫാമിലി കയറി വന്ന് ഈ ജാന്റെ പെണ്ണിനെ തൊടാൻ അനിരുദ്ധനല്ല, അവന്റെ പല തന്ത വിചാരിച്ചാലും നടക്കില്ല. ഓ കൊള്ള, നിനക്ക് അവനിട്ട് പൊട്ടിക്കണമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? നീ പറഞ്ഞ മനസ്സിലാക്കാനുള്ള മാനസികമുള്ള ചോല അവനില്ല. പാവം സഹിക്കോ അല്ലേ, അവന് വിട്ടേക്കടാ പ്ലീസ്. കിരൺ പുറകിലിരുന്ന് റഫറി കളിക്കുകയാണ്. മമ്മി ആദ്യമായിട്ട് ഏർപ്പാടാക്കിയ ഗുണ്ടയാണോ ഇത്? ആവണി മാധവിയുടെ ചെവിലായി ചോദിച്ചു. ഏയ് അല്ല, ഇത് നീലാംബരിയുടെ മുറച്ചേർക്ക് ഏർപ്പാടാക്കിയതാവും. അതല്ലേ അവളുടെ പേര് വിളിച്ച് പോകുന്നത്. പെണ്ണിനെ അങ്ങ് തല്ലിക്കൊന്നാ മതിയായിരുന്നു. ഇരുമുഷ്ടിയും ചുരുട്ടി വിറച്ചുകൊണ്ട് മാധവി അമൃഷ്ടത്തോടെ വളരെ പതിയെ അമറി. ജാൻ പറഞ്ഞു കേട്ട് കാലിയുടെ പല്ലി ഞെരിഞ്ഞു. ഒപ്പം അയാൾ മണ്ഡപത്തിൽ നിൽക്കുന്നവരൊന്ന് എത്തി നോക്കി. കീഴ്ച്ചുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു അയാൾ. വലത്തേ കൈകൊണ്ട് വലത്തേക്ക് അവൾ 1-2 വട്ടം സ്വയടിച്ചു നോവിച്ചു. അപ്പോഴും കണ്ണുകൾ ജാന് നേർക്ക് തന്നെയായിരുന്നു. ജാൻ കാലിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവന്റെ പിടിവിട്ട നിമിഷം തന്നെ കാലി അരയിൽ നിന്ന് തോക്ക് കയ്യിലെടുത്ത് ജാന്റെ ഉറച്ച വയറിൽ മുട്ടിച്ചു. മുൻപത്തെ പോലെ പഞ്ച് ഡയലോഗ് പറയാനുള്ള സമയമില്ലെന്ന് ജാന് തന്നെ മനസ്സിലായി. കാരണം മുന്നിൽ നിൽക്കുന്നവനൊരു സൈക്കോപാത്താണ്. ഈ വെടി പൊട്ടുക തന്നെ ചെയ്യും. കാലി തോക്ക് വയറിൽ മുട്ടിച്ച നിമിഷം തന്നെ കാലിയുടെ കൈ കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞിരുന്നു ജാൻ. ആ നിമിഷം തന്നെ കാലി നിറയൊഴിക്കുകയും ചെയ്തു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ജാന്റെ വയറിലൂടെ ആ ഉണ്ട തുളഞ്ഞു കയറിയനെ. വെടിയുണ്ട സീലിംഗിൽ തുളഞ്ഞു കയറി. അവിടുന്ന് ജിപ്സം സീലിംഗിന്റെ ഏതാനും ചീളുകൾ നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ കാലിയുടെ നെഞ്ചിലേക്ക് ജാൻ ആഞ്ഞു ചവിട്ടി. കാലി ദൂരേക്ക് തെറിച്ചു വീണു. ഹാളിൽ നിന്നവർ ചെവി പൊത്തി അലറി. നീലാംബരി ശ്രീയുടെ കൈവിട്ട് ഇറങ്ങി ഓടി. ജാന് പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. പുറകെ ശ്രീയും ഓടിയെത്തി. അപ്പോഴേക്കും കാലിയെ ഗാർഡ്സ് വളഞ്ഞിരുന്നു. തന്റെ വയറ്റിൽ മുറുകെ അവിടെ കൈവിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേഷ്യത്തോടെ മുന്നോട്ടായുന്നവന്റെ മുന്നിൽ വന്ന് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ചുറ്റി വരിഞ്ഞു. പേടിയാവുന്നു ഉണ്ണിയേട്ട, നമുക്ക് ഇവിടുന്ന് പോവാം. ഉണ്ണിയേട്ട അയാൾ എന്തെങ്കിലും ചെയ്യും, പ്ലീസ് പറയുന്ന കേക്ക്, പോവാം പ്ലീസ് ഉണ്ണിയേട്ട. ആലമുറയിട്ട് കരയുകയാണ് നീലാംബരി. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ അവൾക്ക് അത്രമേൽ ഭീകരമായിരുന്നു. ആ വെടിയുണ്ട് അങ്ങനെ ഇങ്ങനെ പോയെന്ന് വേണം കരുതാൻ.
ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ തന്റെ പ്രാണൻ. അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ ശരീരം അവൾക്ക് ആവും വിധം കാലിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ് അവൾ. ഇനി വരുന്നൊക്കെ തന്റെ ദേഹത്തേക്ക് വന്നോട്ടെ എന്ന പോലെ അവന് നെഞ്ചിൽ മുഖമിട്ടുരുമ്മി അവനെ കൂടുതൽ കൂടുതൽ വരിഞ്ഞു മുറുക്കി അവൾ കരഞ്ഞു. അവനെ വിടുമോളെ, അവൻ വന്നെന്നെ കൊല്ലട്ടെ, കൊന്നിട്ട് പോടാ ചക്ക. ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിന്റെ പെണ്ണിനെ ഞാൻ പൊക്കും. നിന്റെ പെണ്ണല്ല, എന്റെ ഈ കാലിയുടെ പെണ്ണ്. കാലി ഒന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കിയിരിക്കും. അതാ കാലിയുടെ ചരിത്രം. അവളെ ഞാൻ എന്റെ തന്തയും മാറി 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 അനുഭവിക്കും. നിന്റെ ഭാഷയിൽ പറഞ്ഞ എന്റെ ആവശ്യം കഴിഞ്ഞ എന്റെ തന്തമാർക്കൊക്കെ ഞാൻ അനുഭവിക്കാൻ കൊടുക്കവളെ. ജാൻ അലറി. കാലിയെ നോക്കിക്കൊണ്ട് വീറോടെ മുന്നോട്ടായിരുന്നവനെ ഇരുഭാഗങ്ങളിൽ നിന്ന് ജയേന്ദ്രനും ശിവനാഥും ചുറ്റിപ്പിടിച്ചു. എന്തിനാണ് സൈക്കോ തല്ലുന്നത്? അവന്റെ ഒപ്പം ഒന്നും ആലോചിക്കാതെ കൂട്ടുവരുന്ന ഈ പമാരെ തല്ലി കൊല്ലണം. കിരൺ അലറിക്കൊണ്ട് മണ്ഡപത്തിൽ നിന്ന് ചാടിയിറങ്ങി. ഇറങ്ങിയതും മുണ്ട് മടക്കി കുത്തി കയ്യിൽ കിട്ടിയ ഒരുത്തനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങിയത് ഒരുമിച്ചായിരുന്നു. കാലിക്കൊപ്പം വന്ന ബാക്കിയുള്ളമാർ കിരണിനെ വളഞ്ഞ നിമിഷം തന്റെ നെഞ്ചിൽ കിടന്ന് ഏങ്ങലടിക്കുന്നവളെ ഒന്ന് നോക്കി ജാൻ. ഒന്നും പറഞ്ഞില്ല. അവൾ ഇടുപ്പിൽ പിടിച്ചുയർത്തി മണ്ഡപത്തിന് മുകളിൽ കയറ്റിയിരുത്തി. ഒപ്പം സ്ത്രീയെയും അതുപോലെ എടുത്തുയർത്തി അവൾക്കടുത്തേക്ക് ഇരുത്തി. അല്ല പിന്നെ ഒരമ്മയും ഒരു ഭാര്യയും. ശേഷം ഒരിക്കൽ കൂടി മുണ്ടുമടക്കിയെടുത്ത് കയ്യിൽ കിട്ടിയവനേക്ക് അടിച്ചു പഞ്ഞിക്കിടാൻ തുടങ്ങി. അവന്റെ ഒരു ചവിട്ടിൽ തന്നെ ഹാളിലെ VIP ചെയറുകൾ തകർത്തുകൊണ്ട് കാലിയുടെ ഗുണ്ടകൾ തെറിച്ചു വീണു. തോർത്ത് തലയിൽ ചുറ്റിക്കെട്ടി ശിവനാഥ് മേനോൻ അവർക്കൊപ്പം കൂടെ കൂടി. കയ്യിൽ കിട്ടിയവനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ജാനെ ജയേന്ദ്രൻ ഓടിച്ചെന്ന് പിടിച്ചു മാറ്റി. ഉണ്ണിക്കുട്ട, അവൻ ചത്ത്, നീ വേറെ ആളെ നോക്ക്. പിന്നെ ശിവ, കഴിഞ്ഞ ഇങ്ങോട്ടിട്ടേക്ക്, ഞാൻ നീക്കി കൂട്ടിക്കോളാം. അടികൊണ്ട് തറയിൽ കിടക്കുന്നമാരുടെ എണ്ണമെടുത്ത് തരംതിരിച്ച് ശിവനാഥ് മേനോൻ. ശ്രീണച്ച, ഇവൻ ഓർത്തോ, മറ്റവൻ ന്യൂറോ. ഇവനെ തുന്നിക്കെട്ടണം. ദോ ആ കിടക്കുന്നവൻ മോർച്ചറിയിലേക്കുള്ള. അത് പിന്നെ പറയണ്ടല്ലോ, നിന്റെ മോനല്ലേ കൈവച്ച്. ജയേന്ദ്രൻ ഓരോരുത്തരെയും കാലിൽ പിടിച്ച് വലിച്ച് കൂട്ടിയിട്ടു. ആവണി, നീയല്ലേ പറഞ്ഞ ചെക്കിനിതൊന്നും ശീലല്ലെന്ന്? എന്തൊരടിയാടി. അമേരിക്കയിൽ പോയി ഇതാണോ പഠിച്ചത്? ഇവന്റെ സൗന്ദര്യം കണ്ടാ പറയോ ഇത്രയും ഉശിരുണ്ടെന്ന്? മാധവി പറയുമ്പോഴും ആവണി ജാനെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി. അവന്റെ ദേഷ്യം മുഴുവൻ നീലാംബരിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ നോക്കെ മനസ്സിൽ നിരാശയും വന്ന് മൂടി. കാലിയെ കൈവച്ചാൽ പണി പാലുമടത്തിൽ കിട്ടുമെന്ന് അറിയാമായിരുന്നുകൊണ്ട് ജാന്റെ കണ്ണിൽപ്പെടാതെ കാലിയെ മറച്ചു വെക്കാൻ ഗാർഡ്സിന് നിർദ്ദേശം നൽകി ജയേന്ദ്രനും ശിവനാഥ് മേനോനും. കാരണം അത് മെന്റൽ ഹോസ്പിറ്റലിലേക്കുള്ള മുതലാണ്. കാലിയുടെ കൂടെ വന്ന 5 പേരെയും നീക്കി കൂട്ടിയിട്ട ശേഷം അത് നോക്കി എണ്ണമെടുത്തു കിരൺ. 1 2 3 4 5. 5 പ്ലസ് കാലി 6. ദൈവമേ, പിന്നെ ആരെയും അവൻ പഞ്ച് ചെയ്യുന്നത്? ഒരുത്തനെ ചേറിൽ മരത്തി കിടത്തി അവന്റെ നെഞ്ചിൽ മുട്ടൂത്തിന്ന് മുഖത്ത് പഞ്ച് ചെയ്യുന്ന ജാന നോക്കി കിരൺ തലയിൽ കൈവച്ചു. എന്റെ ദൈവമേ, കല്യാണത്തിന് വന്ന ഗസ്റ്റുകളിൽ ആരെങ്കിലും ആവും കിരണെ. ഓടിച്ചെന്ന് പിടിച്ചു മാറ്റടാ ചക്കനെ, അവൻ ആള് മാറിയതാ. ശിവനാഥ് വിളിച്ചു പോയി. കിരൺ ഓടിച്ചെന്ന് ജാന പിടിച്ചുയർത്തി. കസേരയിൽ കിടന്ന് ഇരു കൈയും ഉയർത്തി തടയുന്നവന്റെ മുഖത്ത് നോക്കി കിരൺ വിരൽ ചൂണ്ടി ചോദിച്ചു പോയി. ഇവനേതാ? വലത് കൈയൊന്ന് കുടഞ്ഞ് അണച്ചുകൊണ്ട് ജാൻ കിരണിനോട് ചോദിച്ചു. ഇവനെ നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് പയ്യൻ അശ്വിൻ. സോറി, പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. നീ എന്താ ഇവിടെ? അശ്വിൻ ചെയറിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ജാൻ ചോദിച്ചു. അത് ഞാൻ കല്യാണം കൂടാൻ. മൂക്കിനിട്ട് നല്ല പഞ്ച് കിട്ടിയതിന്റെ ആഘാതത്തിൽ വിറച്ചുകൊണ്ടാണ് അശ്വിൻ പറയുന്നത്. അശ്വിനെ നോക്കി ജാനും തലയാട്ടി. കിരൺ, ഇവൻ നിനക്കുള്ള ക്യാരി ഓൺ. അശ്വിനെ കിരണിനെ ഏൽപ്പിച്ച ശേഷം ഇല്ലാത്ത തളച്ച് അഭിനയിച്ചുകൊണ്ട് കൈയും കാലും ഒക്കെ ഒന്ന് കുടഞ്ഞ് മുണ്ടിന്റെ കുത്തഴിച്ചിട്ട് നിരത്തിയിട്ടിരുന്ന 4 കസേരകളിലായി കൈ നീട്ടി നിവർത്തി വെച്ച് ഞെളിഞ്ഞിരുന്നു ജാൻ. ശേഷം ചൂളമടിച്ചുകൊണ്ട് നീലാംബരിയെ കൈകാട്ടി വിളിച്ചു. ആളവന്റെ അടുത്തേക്ക് ഓടി വന്നു. അവന്റെ തൊട്ടടുത്തായിരുന്നുകൊണ്ട് സങ്കടത്തോടെ അവനെ നോക്കി അവൾ. AC ആളാണ്, പക്ഷെ അവന്റെ മുഖമാകാകെ വിയർത്ത് ചുമന്ന് ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ഇരിപ്പുണ്ട്. കഴുത്തിലൂടെ വിയർപ്പണങ്ങൾ അവന്റെ നെഞ്ചിലെ വെട്ടിയൊതുക്കിയ രോമക്കാടുകൾക്കിടയിലേക്ക് ഒലിച്ചിറങ്ങി ഒളിക്കുന്നുണ്ട്. ഇരുവശങ്ങളിലേക്കും കൈ നീട്ടി വെച്ച് അവളുടെ തോളിൽ തലയാഴ്ച വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മി വല്ലാണ്ടങ്ങ് കിതക്കിയാണ് ചെക്കൻ. മതി അഭിനയം, കള്ളത്തടച്ചൊന്നും കാണിക്കണ്ട, എല്ലാം ഞാൻ കണ്ടതാ. നീലാംബരി മുഖം കൂർപ്പിച്ചുകൊണ്ട് ജാന നോക്കി പറഞ്ഞു. മോൾക്ക് ഈ ഉണ്ണിയേട്ടൻ ശരിക്കും തളരുന്ന കാണണോ? രാത്രി ആവട്ടെ, കാണിച്ചു തരാം. മുഖമുയർത്തി അവളുടെ കാതിലായി അവൻ പതിയെ പറഞ്ഞു. കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു തുറന്ന് അവനോട് കൂടുതൽ ചേർന്നിരുന്നുകൊണ്ട് സാരിയുടെ മുന്താണി ഉയർത്തി അവന്റെ വിയർപ്പണകൾ പറ്റിപ്പിടിച്ച മുഖം തുടച്ചു അവൾ. ഷർട്ടിന്റെ തുറന്നു കിടക്കുന്ന ബട്ടണുകൾക്കിടയിലൂടെ അവന്റെ കഴുത്തും നെഞ്ചുമൊക്കെ തുടച്ചു അവൾ. ശേഷം കാലി തോക്കമർത്തി വെച്ച് അവന്റെ വയറിൽ കൈവച്ചുകൊണ്ട് അവളൊന്ന് വിതുമ്പി. അപ്പോഴെല്ലാം അവന്റെ വെള്ളാരം കണ്ണുകൾ അവളുടെ മുഖഭാഗം ഓടി നടന്നു. വല്ലതും പറ്റിയിരുന്നെങ്കിലും ഉണ്ണിയേട്ട, ഞാൻ ആകെ പേടിച്ചു പോയി. ഈ ജാനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ നീലാംബരി ഇല്ല.
എനിക്ക് എന്ത് പറ്റാനാ നില? ആയിരിക്കുന്നവനെ നീക്കെനിക്ക് മുൻകൂട്ടി മനസ്സിലായതാ. ഇപ്പൊ അവന്റെ കയ്യിൽ തോക്ക് കൊടുത്താൽ കൂടി അവൻ ആദ്യം കൊല്ലുന്ന എന്നെ തന്നെയാവും. ചുമരിൽ ചാരി നിലത്തിരുന്ന് നെഞ്ചുഴിയുന്ന കാലിയെ നോക്കി പല്ലടിച്ചുകൊണ്ട് ജാൻ പറഞ്ഞു. ഉണ്ണിയേട്ടാ. അവൾ അവന്റെ വായവത്തി. കൊല്ലുന്നൊന്നും പറയല്ലേ, കേൾക്കാൻ കൂടി കഴിയുന്നില്ല പൊന്നെ. അവന്റെ തോളിൽ നെറ്റിമുട്ടിച്ച് കണ്ണുനീർ പൊഴിക്കുന്നവളെ വരിഞ്ഞു മുറുക്കി പൊട്ടിക്കാൻ തോന്നിപ്പോയി അവന്. തന്റെ കുഞ്ഞു ഹൃദയത്തിൽ നീലാംബരിയോടുള്ള അടങ്ങാത്ത സ്നേഹം നിറഞ്ഞ് അതിപ്പോൾ പൊട്ടുമെന്ന് തോന്നിപ്പോയി അവന്. ആ നിമിഷം ജീവിതത്തിൽ ആദ്യമായി എല്ലാം നേടിയവനെന്നൊരു തോന്നലുണ്ടായി ജാന്. നില, ഐ ഫീൽ ഐ ലൈക്ക് ഐ ആം കംപ്ലീറ്റ്. കണ്ണുകൾ മുറുക്കി അടച്ച് ചെയറിലേക്ക് ചാരിയിരിക്കുമ്പോൾ നീലാംബരിയുടെ കണ്ണ് നീണ്ട ചൂട് അവന്റെ ഷർട്ടിനടിയിലൂടെ മാറിലേക്ക് അരിച്ചിറങ്ങുന്നത് ജാൻ അറിഞ്ഞു. അശ്വിനെ വന്നേ ചോദിക്കട്ടെ. കിരൺ അശ്വിന്റെ തോളിലൂടെ കൈ ചേർത്ത് നടന്നു. പറ, എന്തിനാ വന്ന്? അത് സാർ, എനിക്ക് കാവ്യയുടെ കല്യാണം കൂടാനും സാറിനോട് ഒരു സോറി പറയാനൊക്കെ തോന്നി, അതാ. അശ്വിൻ മുഴുമിക്കാൻ കഴിയാൻ നിർത്തി. എന്നോടോ ബാല, കാവ്യയെ തെറി വിളിച്ചുകൊണ്ട് നിലയെ വായി നോക്കിയോണ്ടാ നിന്നെ ഞാൻ ടെർമിനേറ്റ് ചെയ്ത്. അതിന് എന്നോട് എന്തിനാ നീ സോറി പറയുന്നത്? ഞാൻ വിവാഹം കഴിക്കുന്ന കാവ്യാണെന്ന് ഇവിടെ കല്യാണം കൂടാമെന്നവർ പോലും അറിഞ്ഞത് ഇവിടെ വന്നേ പിന്നെയാ. നീ സത്യം പറയുന്നോ അതോ ഞാൻ ഗാഡ്സിനെ വിളിക്കണോ? നിനക്ക് പറയാൻ പറ്റാത്തൊക്കെ അവർ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്താ, വിളിക്കട്ടെ? അയ്യോ സർ വേണ്ട, ഞാൻ സാറിനോട് പ്രതികാരം ചെയ്യാൻ വന്നാ. ആഹാ, കൊള്ളാലോ. എന്നിട്ട് ചെയ്തോ പ്രതികാരം? അശ്വിന് ഒന്നും വിടാ മുഖം കുനിച്ചു കിരൺ കയ്യിലെ വാസിലേക്ക് നോക്കി. കല്യാണം 12:45 1:15 ഇടക്കായിരുന്നു. ഇപ്പൊ സമയം 1:45. ടൈം ഔട്ട് ആയല്ലോ അശ്വിനെ. കെട്ടുകഴിഞ്ഞു. ഇനി എങ്ങനെയാ നീ പ്രതികാരം ചെയ്യാ? അപ്പോഴും അശ്വിൻ മുഖം കുനിച്ചേനെ നിന്നു. അശ്വിനെ ദോ ആയിരിക്കുന്നവനാ കാറുകയൻ. അവൻ വന്നതിനാണെന്നറിയോ? പ്രതികാരം ചെയ്യാനാ. അവന്റെ കയ്യിൽ തോക്കായിരുന്നു. അപ്പൊ നിന്റെ കയ്യിൽ എന്താ? പറ കേക്കട്ടെ. അത് വാട്ട്? കരക്കാൻ? എന്തില്? പായസത്തില്. എന്നിട്ട് നീ കറക്കിയ? കലക്കി. ദൈവമേ. ഗ്രാൻഡ്പാ, ശ്രീ ഞങ്ങൾ വിളിക്ക്. ഈ പന്നി പായസത്തിൽ വിം കലക്കി. എന്റെ ദൈവമേ, എന്റെ കല്യാണം പ്രിയദർശൻ മൂവിയുടെ ക്ലൈമാക്സ് പോലെ ആയല്ലോ. അശ്വിനെ നോക്കി നാവ് അടിച്ചോണ്ട് കിരൺ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തമ്പുരാനെ, 4 കൂട്ടം പായസമുണ്ട്. ഏതിലാടാ സാമദ്രോഹി നീ കലക്കിയത്? ജയേന്ദ്രൻ ഓടിയോന്ന് അശ്വിനോടായി ചോദിച്ചു. സേമിയ പായസത്തിലാ. സേമിയ പായസം വിളമ്പിയെന്നൊന്ന് ചോദിക്കാൻപാ. VIP ഗസ്റ്റുകളാ ആത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. വല്ലതും സംഭവിച്ചാ നീ തീർന്ന്. കിരൺ അലമുറയിട്ടുകൊണ്ട് ജാനെ നോക്കി. അവൻ നീലാംബരിയോട് ചേർന്നിരുന്ന് അവളുടെ കാതിലെന്തോ പറയുകയാണ്. ഇടയ്ക്ക് അവളെ മുഖം കുനിച്ച് നോക്കിയ ശേഷം വീണ്ടും കാതിൽ ചുണ്ടിയേർത്തോരോന്ന് പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് പ്രാണവേദന, അവിടെ അവന് വീണവായന. ഇവൻ എന്റെ കൊച്ചിനെ വൃത്തിയേട് പറഞ്ഞ് വശം കെടുത്തുവാ. നിലമോളെ ഓടി രക്ഷപ്പെട്ടോ. ഈ സമയം ശിവനാഥ് മേനോൻ ശ്രീനിവാസനെ വിളിച്ച് സേമിയ പായസം വിളമ്പരുന്ന നിർദ്ദേശം നൽകി. ശിവാങ്കളെ, 1 മിനിറ്റ്, ഫോൺ വെക്കല്ലേ. നീ ഒറ്റക്കാണോടാ? അല്ല, ആ നിൽക്കുന്ന 3 പേരും കൂടി ഉണ്ട്. അശ്വിൻ ആളുടെ മൂലയിലേക്ക് വിരൽ ചൂണ്ടി. വേറെ 3 ഫേക്കന്മാർ കിരൺ ആവേശത്തോടെ കൈയുയർത്തി കാണിച്ചു. ആണോ? വാ മക്കളെ, ഇങ്ങോട്ട് വാ. അങ്കിളെ, 6 4 10, 1 2. മൊത്തം ഒരു 12 ഗ്ലാസ് സേമിയ പായസം മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പറ. കുറെ കഴിഞ്ഞ കാറ്ററിംഗ് ബോയ് ഒരു ട്രെയിൽ 12 ഗ്ലാസ് സേമിയ പായസവുമായി വന്നു. നീയും നിന്റെ 3 കൂട്ടുകാരും ഇവിടെ ഇരുന്നത് കുടിക്ക്. അതും പറഞ്ഞ് കിരൺ തന്നെ 4 ഗ്ലാസ് അശ്വിനും കൂട്ടുകാർക്കും കൊടുത്തു. കിരൺ സർ, സോറി, അന്ന് സാറിനെ ടെർമിനേറ്റ് ചെയ്തപ്പോ അതൊക്കെ ഓർത്ത് ചെയ്തു പോയതാ. ഇവിടെ വന്നപ്പോഴാ കാവ്യാണ് സാർ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞ് ഒരു തമാശക്ക് ചെയ്താ. അല്ലാതെ വേറൊന്നും, പ്ലീസ് ഒന്നും ചെയ്യരുത്. ഞങ്ങൾ പൊക്കോട്ടെ. മതി. നിന്നോടൊക്കെ ചെയ്ത കുറ്റേറ്റു പറഞ്ഞാൽ മാപ്പിലാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ആയിരിക്കുന്ന സൈക്കോ കാണിച്ചതിനേക്കാൾ തെണ്ടിത്തരാ നീ കാണിച്ച്. വിവാഹത്തിൽ പങ്കെടുക്കാമെന്ന കുട്ടികൾക്കോ പ്രായക്കാർക്കോ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാ നീ വന്ന് സമാധാനം പറയടാ പന്ന പോനെ. ഒന്നും അറിയാതെയാ ഞാൻ നിന്നെ തല്ലിയതെങ്കിലും അവന്റെ കയ്യിൽ നിന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യ. കിരൺ ആ ഗാർഡിനെ വിളിച്ചു. ഇവന്മാരി പായസം കുടിച്ചില്ലെങ്കിൽ വെടിവെച്ചിട്ടേക്കണം കേട്ടല്ലോ, കൊന്നുകളഞ്ഞേക്ക്. ഒന്ന് കണ്ണു ചിമ്മി അതും പറഞ്ഞ് കിരൺ ബാക്കി പായസവുമായി കാലിയുടെ അടുത്തേക്ക് പോയി. ബാക്കി പായസം കാലിക്കോ അവന്റെ തന്തമാർക്കുള്ളതാ. കാലിയുടെ അണ്ണാക്കിൽ പായസം ഒഴിച്ചോ കിരൺ തന്നെയാണ്. കാലിയുടെ അനുയായികളെ കൊണ്ടും ബാക്കി ഗ്ലാസ്സിലെ പായസം കുടിപ്പിച്ചു. മതിയാക്ക് കിരൺ, ഇവന്മാരിവിടെ കിടന്ന് തൂറി വരകും. അത് കിട്ട നീ ക്ലീൻ ചെയ്യോ? ജയേന്ദ്രൻ ചോദിച്ചു പോയി. അതെന്താ, പോലീസ് സ്റ്റേഷനിൽ കക്കൂസില്ലേ? ഇവന്മാരെ കൊണ്ടുപോകാൻ ഇപ്പൊ ഒരു ഇടിവെട്ട് സാധനം വരും, പുതിയ ഐറ്റാ. കാലി അവന്റെ തന്തമാരി ഇനി ഉണ്ട നിന്നട്ടെ. കൊടും ക്രിമിനലാ ഈ സൈക്കോ കാലി. കാലിയെ നോക്കി കിരൺ പറഞ്ഞു. കാലി പല്ലി അടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേടാ, ക്രിമിനൽ തന്നെയാ. നീ വിളിക്കാറുള്ള പോലെ സൈക്കോയും തന്നെയാ. അതുകൊണ്ട് എന്നെ ആരും ജയിലിൽ കിടത്തില്ല. ഭ്രാന്താശുപത്രി എന്റെ തറവാടാ. ഞാൻ പറയുന്ന അവിടുത്തെ നിയമം. ഞാൻ വരും, നീ ഒരുങ്ങി നിന്നോ.
അപ്പോഴേക്ക് 2 പോലീസ് വാഹനം ഒരു ഇരുമ്പരോടെ നാദ് കൺവെൻഷൻ സെന്ററിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഡ്രൈവർ പുറത്തിറങ്ങി ഡോർ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ 30 വയസ്സോളം പ്രായം തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ വേഗത്തിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ACP റയാൻ മുഹമ്മദ് ദാറുസലാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.